നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നന്ദേട്ടൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. എന്ത് തീരുമാനം? എന്നെ ഡിവോഴ്സ് ചെയ്യാനൊക്കെ നന്ദേട്ടൻ തീരുമാനിച്ചു കഴിഞ്ഞു. സേതുമാധവൻ വന്നിട്ടില്ല. അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുറത്ത് വേറെ ആരൊക്കെയുണ്ട്? എന്റെ ഹസ്ബൻഡ് ഉണ്ടോ? ഇല്ല, അദ്ദേഹം പോയെന്ന് തോന്നുന്നു. അവിടെ കണ്ടില്ല. മറ്റു ബന്ധുക്കളൊക്കെ പുറത്തുണ്ട്. അവരെ ആരെങ്കിലും വിളിക്കണോ? വേണ്ട, എനിക്ക് സേതുമാധവനെ മാത്രം കണ്ട് സംസാരിച്ചാ മതി. അവർക്ക് നിങ്ങളെ കാണണമെന്നുണ്ട്. എനിക്ക് തൽക്കാലം ആരെയും കാണണ്ട. ആദ്യം സേതുമാധവൻ വരട്ടെ. അർച്ചനയെ വിളിക്കുന്നത്. മോളെ, അവന്തിക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ബോധം തെളിഞ്ഞു. ഡോക്ടർമാരെന്തു പറഞ്ഞു? ചിലപ്പോ ഒരു സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വേണ്ടി വന്നില്ല. നീ അവളെ കയറി കണ്ടോ? ഇല്ല, ഞങ്ങളാരും കയറി കണ്ടില്ല. അതെന്താ? നന്ദനും കയറി കണ്ടില്ലേ? ഇല്ല, ഞങ്ങളെ ആരെയും അവന്തി ഏട്ടത്തിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. ഏട്ടത്തിക്ക് അച്ഛനെ മാത്രം കണ്ടാ മതി എന്നാ പറയുന്നത്. അച്ഛൻ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ എന്നെ കാണുന്നത്? അതറിയില്ല. ഞങ്ങളെ ആരെയും കാണാൻ ഏട്ടത്തി സമ്മതിക്കുന്നില്ല. അച്ഛനെ മാത്രം കണ്ടാ മതി എന്നാ പറയുന്നത്. അച്ഛനൊന്ന് പെട്ടെന്ന് വാ. ശരി മോളെ, ഞാനിപ്പോ തന്നെ വരാം. എന്താ ചേച്ചി പറഞ്ഞേ? അവന്തിക്ക് ബോധം തെളിഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതല്ല ഇപ്പൊ പ്രശ്നം. അവള് മറ്റാരെയും കാണാൻ കൂട്ടാക്കുന്നില്ല. എന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. അതെന്തിനാ അവന്തി കേട്ടി വാശി പിടിക്കുന്നേ? അതെന്തിനാണെന്ന് അവര് പറഞ്ഞെങ്കിലല്ലേ അറിയാൻ കഴിയും. ഞാനും കൂടെ അങ്കിളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരട്ടെ? ഇപ്പൊ വേണ്ട, കുഴപ്പമൊന്നുമില്ലെന്നല്ലേ അർച്ചന പറഞ്ഞത്. എന്തായാലും ഞാൻ അവിടെ ചെന്ന് അവളെ കാണട്ടെ. നന്ദേട്ടനെ പോലും കാണാതെ അച്ഛനെ മാത്രം കാണുമെന്ന് പറയുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ആർക്കറിയാം. എന്തായാലും ഞാൻ പോയിട്ട് വരാം. മറ്റുള്ളവരാരും അറിയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് അവന്തികേട്ടത്തിക്ക് അച്ഛനോട് പറയാനുണ്ട്. ഞാൻ പോയി റെഡിയായിട്ട് വരാം. ഈ വെയിൻ കട്ടയിലും ഇപ്പൊ മറ്റാരും കാണാൻ സമ്മതിക്കാതെ അച്ഛനെ മാത്രം കാണുമെന്ന് പറയുന്നതും വെച്ച് നോക്കുമ്പോ അവന്തികേട്ടത്തി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അത് ഈ വീടിന് അത്ര നല്ലതായിരിക്കില്ല. എന്നാലും ഏട്ടത്തി എന്തിനായിരിക്കും നമ്മളാരെയും കാണാണ്ട് അച്ഛനെ മാത്രം കണ്ടാൽ മതി എന്ന് വാശി പിടിക്കുന്നത്? നന്ദേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി അതാ ഡോക്ടറോടും പറഞ്ഞാണ്. അതാവും അവര് പോലീസിൽ അറിയിച്ചാൽ പറ്റുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. പോലീസ് അങ്ങനെ ഇതറിഞ്ഞ ആകെ നാണക്കേടാവും. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അറിയും. നമുക്ക് ആ ഡോക്ടറെ ഒന്ന് കണ്ട് ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്താലോ? അതൊന്നും വേണ്ട, അച്ഛൻ വരട്ടെ.
അവന്തിക ഇതിനകത്താണോ? ആ അതെ. ആ, ഞാനൊന്ന് കണ്ടിട്ട് വരാം. മോളെ, അച്ഛ, എന്റെ ലൈഫ് പോയി. ഞാനിനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. മോളെന്താ ഇങ്ങനെ പറയുന്നത്? എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിനക്ക് അച്ഛനോട് പറയാമായിരുന്നില്ലേ? അച്ഛനോട് എന്തേലും പറഞ്ഞ നന്ദേട്ടൻ എന്നെ കൊന്നുകളയും. പലതവണ ഞാൻ അച്ഛനോടെല്ലാം തുറന്നു പറയാൻ ശ്രമിച്ചതാ. പക്ഷെ അപ്പോഴൊക്കെ നന്ദേട്ടൻ എന്നെ ഭീഷണിപ്പെടുത്തി. പേടിച്ചിട്ട് അച്ഛൻ ഞാനൊന്നും പറയാത്തെ. ആ, എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. എനിക്ക് മരിച്ചാ മതിയായിരുന്നു. ആ, അങ്ങനെ ഒന്നും പറയാതെ. ഇപ്പോ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എന്തിനാ നീ ഇത് ചെയ്തത്? അച്ഛനറിയോ, നന്ദേട്ടൻ എന്നോട് ഒരടുപ്പോ സ്നേഹവും കാണിക്കുന്നില്ല. ഞാനൊരു പെണ്ണല്ലേ, ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹം എനിക്കുമില്ലേ? ഡോക്ടറെ കാണാനൊന്നും നന്ദേട്ടൻ സമ്മതിക്കുന്നില്ല അച്ഛ. ഇപ്പോ ഒരു ശത്രുവിനെ പോലെ നന്ദേട്ടൻ എന്നോട് പെരുമാറുന്നേ. അവനോട് ഞാൻ സംസാരിക്കാം. അച്ഛൻ എന്നെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നന്ദേട്ടൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. എന്ത് തീരുമാനം? എന്നെ ഡിവോഴ്സ് ചെയ്യാനൊക്കെ നന്ദേട്ടൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഡിവോഴ്സ് പെറ്റീഷൻ എന്നോട് ഒപ്പിട്ട് കൊടുക്കാനാ നന്ദേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാനിതെങ്ങനെ സഹിക്കും അച്ഛാ? ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. എത്രയും വേഗം ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണം. അതാണ് നിനക്കും എനിക്ക് നല്ലത്. ശത്രുക്കളെ പോലെ ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് പരസ്പരം അകന്നു പോകുന്നത് തന്നെയാണ്. ഇനി എന്നെ നന്ദേട്ടൻ ഡിവോഴ്സിന് നിർബന്ധിച്ച ഞാൻ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യും. എന്റെ മരണത്തിന് നന്ദേട്ടൻ മാത്രം ഉത്തരവാദിയെന്ന് ഞാൻ മരണക്കുറിപ്പിൽ എഴുതി വെക്കുകയും ചെയ്യും. അല്ലാതെ ഞാൻ വേറെ എന്ത് ചെയ്യും അച്ഛാ? മോൾ അബദ്ധമൊന്നും കാണിക്കരുത്. എല്ലാ പ്രശ്നവും നമുക്ക് പരിഹരിക്കാം. എങ്ങനെ പരിഹരിക്കുന്ന അച്ഛൻ പറയുന്നത്? ഡിവോഴ്സ് പെറ്റീഷനിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്ത നന്ദേട്ടന് അത് കോടതി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.